ഹായ്, ഞാൻ ഇൻഫിനിറ്റി റൈഡറാണേ. ഞാൻ സ്ഥിരം യാത്രകൾ ചെയ്യാത്ത രീതിയിൽ ഒരു ബസ് യാത്രയ്ക്ക് തയ്യാറെടുത്തതാണ്. ഞാനിപ്പം നിൽക്കുന്ന ആയുർവേദ കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഒട്ടുമിക്ക തിരക്കുകൾക്കും കാരണക്കാരാരെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. നമ്മൾ തന്നെയാണ്. തിരുവനന്തപുരം സിറ്റിയിലെ ബസ് ബേകളൊന്നും പ്രോപ്പറായിട്ട് ആരും ഉപയോഗപ്പെടുന്നില്ല. ഇത് കണ്ടോ, ഒരു വാഹനം ബസ് ബേയിൽ ആദ്യം കൊണ്ട് നിർത്തി, കാരണം മറ്റൊരു വാഹനം ബസ് ബേയിൽ കയറാതെ പാസ് ചെയ്ത് പോയി. ഇതിനൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഈ ബസ് ബേയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ബസ് കാത്ത് നിൽക്കുന്നത് കാരണം വാഹനങ്ങൾ ആദ്യം വരുന്ന വാഹനം ബസ് ബേയുടെ ആദ്യം തന്നെ നിർത്തും. ഈ ആയുർവേദ കോളേജിൻ്റെ ഫ്രണ്ടിൽ, ഈ സിഗ്നലിൻ്റെ ഫ്രണ്ടിലാണിത്. ഈ ഒരു വാഹനം സിഗ്നലിൻ്റെ ആദ്യം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകോട്ട് പിന്നെ സിഗ്നലങ്ങ് ബ്ലോക്ക് ആവുകയാണ്. ഇതങ്ങ് ഈസ്റ്റോട്ട് വരെയും ബ്ലോക്കാവും. ഈ ഒരൊറ്റ കാരണം കൊണ്ട്. അപ്പം നമ്മൾ തന്നെയാണ് മാറേണ്ടത്. നമ്മൾ ബസ് ബേയിൽ എപ്പോഴും ഒന്നിൽ സെൻട്രൽ ഭാഗത്തോ അല്ലെങ്കിൽ ബസ് ബേയുടെ അവസാനമോ ബസ് കാത്ത് നിന്ന് കൈ കാണിക്കുക. അതുപോലെ ഈ ബസ് ഡ്രൈവർമാർ വാഹനം ദയവ് ചെയ്ത് നിങ്ങൾ വാഹനം ഫുട്പാത്ത് ചേർത്ത് ബസ് ബേയുടെ അവസാനം ആയിക്കൊണ്ട് നിർത്തുക. അപ്പോൾ പുറകെ വരുന്ന വാഹനങ്ങൾ ബസ് ബേയിൽ കയറും. ബസ് ബേയിൽ കയറുന്ന വാഹനങ്ങളാണെങ്കിൽ രണ്ട് വരി പാതയാണ് ബസ് ബേക്കകത്ത്. അതിന് സെൻട്രൽ തന്നെ നിർത്തും. പിന്നെ പുറകെ വരുന്ന വാഹനം എങ്ങനെ ബസ് ബേക്കകത്ത് കയറി മുന്നിൽ കൊണ്ട് നിർത്തും? ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഫുട്പാത്ത് ചേർത്ത് നിർത്തുകയാണെങ്കിൽ അങ്ങ് ബസ് ബേയുടെ അവസാനമായിട്ട് ആദ്യം പ്രവേശിക്കുന്ന വാഹനം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പുറകെ വരുന്ന വാഹനം അതിൻ്റെ പുറകിൽ നിർത്താം. അതുപോലെ ആൾ കയറ്റി കഴിഞ്ഞാൽ അവർക്ക് ആ വാഹനം എടുത്ത് രണ്ടാമത്തെ ലൈനിൽ കൂടെ പോവുകയും ചെയ്യാം. തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ ട്രാഫിക് ബേകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പേരൂർക്കടയാണെങ്കിലും പാളയത്താണെങ്കിലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ ബസ് ബേകളിലും ഇത് തന്നെയായിരിക്കും പ്രശ്നം. പോരാത്തതിന് ഓട്ടോ വാഹനങ്ങൾ, ടാക്സികൾ ബസ് ബേയിൽ കൊണ്ട് നിർത്തി വരിയായിട്ടിട്ടേക്ക് അവർക്ക് പ്രത്യേകം പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇവർ ഈ ബസ് ബേയിലേക്ക് കൊണ്ട് വാഹനങ്ങൾ നിർത്തുള്ളൂ. അപ്പോൾ അവിടെ ബസ് കാത്ത് നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ് കയറണമെങ്കിൽ ബസ് എവിടെയെങ്കിലും കൊണ്ട് നിർത്തുമ്പോൾ അവിടം വരെ പോയി കയറേണ്ടി വരും. അത് പാളയത്താണ് കൂടുതൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും ആരും നോക്കാനും കാണാനും ഇല്ല, അവർ നിയന്ത്രിക്കാനും ആരുമില്ല. ആരെങ്കിലും ഒരാളോ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ ഏതെങ്കിലും മൂലയിൽ പോയി നിന്ന് മൊബൈൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അത് ട്രാഫിക് പോലീസുകാരനാകട്ടെ അല്ലെങ്കിൽ RT ഉദ്യോഗസ്ഥനാകട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക.